ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന വീഡിയോ ഫുള്ള് കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പം ഇതിന് മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേഷ്മ തങ്കച്ചൻ. ഇപ്പോൾ കൂടുതൽ മുഖവരുടെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് വോയിസുകളും പല പല തെളിവുകളായിട്ട് ഇങ്ങനെ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. കൂടെ ഉള്ള ആൾക്കാർ, അത് ദുബൈയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ഒരുപാട് വോയിസുകൾ ഇങ്ങനെ പുറത്തു വിടുന്നത്. ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് നമ്പറുകളുണ്ട്, ഒരുപാട് കോണ്ടാക്റ്റുകളുണ്ട്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നതിന് നമുക്ക് ഒരുപാട് അങ്ങ് തള്ളിക്കളയാനും പറ്റത്തില്ല. കാരണം ഈ പറയുന്ന വ്യക്തിയും അവിടെ ഇതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ആയിരിക്കാം, ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകൾ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. അതൊക്കെ അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ നിയമപരമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം പോലീസ് കേസെടുക്കാനും ഇതിനെ തുടർന്ന് അന്വേഷണങ്ങളും മുന്നോട്ട് പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുണ്ട് എങ്ങനെയുണ്ടെന്നറിയില്ല. ഇപ്പോൾ കണ്ട സ്ഥിതിക്കും ഇനിയും കുറച്ച് വോയിസ് കൂടി ഇപ്പം വന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. പച്ചയ്ക്ക് തന്നെ കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും മൊത്തം ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നതല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് കണ്ടിട്ടുണ്ട് എങ്ങനെ. ഓക്കെ, അപ്പോൾ പോകാം വീഡിയോ. രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. പിന്നെ രേണുസുതിനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരു അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകം ഒറ്റയാണ് ചേച്ചി. എനിക്കങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടല്ലോ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നത് ഇവിടെ പാച്ച അമ്മാതിരി. നിങ്ങൾ തെറി പറയുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്ത് കൊടുക്കണം ചേച്ചി, കൊടുക്കണം. ഇവിടെ രാസൽ കൈമേ വന്നിട്ട് അപരാധിച്ചതുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, അന്ന് 21-ാം തീയതി ഇവിടെ മൊത്തം മിസൈലും മറ്റതും മറിച്ചതും വെടിയും പടക്കം മറ്റും സകലതും ഫോണിൽ ഇങ്ങനെ മിസൈലും അലർട്ടും വരെ നിങ്ങൾ പുറത്തിറങ്ങരുത്, അത് ചെയ്യരുത് പറയുന്നത്. അപ്പൊ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് ഇവിടെ ഏത് നായിന്റെ പോലാണ് നിങ്ങളെ ഇറക്കിയത്? ഇവർക്ക് ഇത്രയും കാശും കൊടുത്ത് ഇവിടെ ഇറക്കണമെങ്കിൽ അമ്മാതിരി കാശ് കിട്ടും എന്നുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇറക്കിയത്. എന്നിട്ട് അതായത് പെരുന്നാളിന്റെ അടുത്ത ദിവസം, അതായത് ഈ നോമ്പ് ദിവസം ഇവിടെ ഈ ഒരു ബാറും ഡാൻസും തേങ്ങയും വാങ്ങിയും തുറക്കാൻ ഇവിടെ ഗവൺമെന്റ് അലോഡല്ല. ആ 21-ാം തീയതി ഇവിടെ അങ്ങോട്ട് ഇറക്കിയിട്ട് പ്രദർശിപ്പിച്ചേക്കാണ്. ഇവിടെ ഉണക്ക 2 കാല്, ഇവിടെ ഉണക്ക മുലയും ഇവിടെ ഉണക്ക സാമാനം കാണിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കിടന്നു കൊടുത്ത് അപരാധിച്ച് കാശുണ്ടാക്കിയേക്കാണ്. ഇതിനിടെ കൂടെ ഇവിടെ ആകെ 10-12 ദിവസത്തേക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. ഇവർക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ. എന്നിട്ടും ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇവിടെ നിന്ന് പുറത്തു പോയേക്കുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. ചേച്ചി ഒന്ന് ആലോചിച്ചോക്ക് അപ്പൊ ഇവക്കുള്ള പിടിപാടെന്താന്നുള്ളത്. പിന്നെ അവിടുന്ന് ഹണി റോസും ഇവിടെ ഉദ്ഘാടനത്തിന് വരുന്ന ഹണി റോസിനെ മറ്റവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിർത്തിയേക്കാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മറ്റേ നമ്മളെ ആ പെങ്കൊച്ചിന്റെ പേരെന്താ എനിക്ക് ഓർമ്മ വരുന്നില്ല, നമ്മൾ ഷാർജയിൽ ഡാൻസ് സ്കൂൾ നടത്തുന്ന നമ്മളെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ആ കൊച്ചിന്റെ. പറയാൻ കാരണമുണ്ട്. എന്റെ ആങ്ങളയുടെ മകളുടെ കല്യാണ നിശ്ചയമായിരുന്നു 1-ാം തീയതി. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ടിക്കറ്റ് ഓൾറെഡി നേരത്തെ 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആണ്. പിന്നെ ഈ നായിന്റെ മോൾ എങ്ങനെ പോയി? ഈ നായിന്റെ മോൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ മിനിസ്റ്ററിയിൽ വരെ ഇവർക്ക് പിടിപാടുണ്ടാവണം, എന്നാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇവള് കരഞ്ഞു മഴകി. ഇവള് പിറ്റേ ദിവസം താമരശ്ശേരി പോയില്ലേ, മറ്റവന്റെ ടെലിഫിലിം എന്ന് പറഞ്ഞു. താമരശ്ശേരി മൊത്തം മറ്റേ ഗോൾഡ് ടീമിന്റെ ആൾക്കാരാണ്. ഇവള് ഒരു ദിവസം ആ കൊച്ചിന്റെ കൂടെ നിന്നോ? മോളെ തന്നെ ഇവളെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് ചേച്ചി. ഇതൊക്കെ മനസ്സിൽ കെട്ടിക്കിടക്കാണ് കുറെ നാളായിട്ട്. സോറി കേട്ടോ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. അമ്മാതിരി നാട്ടക്കേസാണ് ഇവൾ ഇനിയും ദുബായിലോട്ട് വരാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം, എന്റെ സോഴ്സസ് ഉപയോഗിച്ചിട്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ തന്നെ എനിക്കറിയാം, ഇവൾ ദുബായിൽ ബഹറിൽ വന്നിട്ട് ഇവൾ ഒരു ഫ്ലാറ്റിൽ ഇവളെ റൂം എടുത്ത് അവിടെ നിർത്തിയേക്കായിരുന്നു 15 ദിവസം. ഇവൾ ഒരു ബഹറിൽ ഇവൾ എന്ത് തേങ്ങ പോയത്? ബഹറിൽ പോയത് ഈ 15 ദിവസം ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അതായത് വെടി കസ്റ്റമർ. പണ്ണല് തന്നെ, വേറെ എന്താ? പണ്ണി കിട്ടിയ കാശും കൊണ്ടാണ് ഇവൾ അവിടെ വന്നിട്ട് ഞെളിഞ്ഞത്. അതിന്റെ ഇടയിലാണ് ഇവള് ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞു പോയത്. ഈ സബ്സ്ക്രിപ്ഷൻ അറിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോ എനിക്കാ ചേച്ചി ഒത്തിരി ടൈമായി. ചേച്ചി ഉറങ്ങിപ്പോ ഞാൻ കുറെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ ചേച്ചിക്ക് അയച്ചുതരാം.
പാട്ടുകാർ റിമി ടോമിയാണ് കേട്ടോ. ഇവർ രണ്ടാളും ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മള് ഹണി റോസും റിമി ടോമിയും 21-ാം തീയതി വരാൻ കഴിയില്ല പറഞ്ഞിട്ട്. കാര്യം വരാൻ കഴിയാത്തത് ഫ്ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ യുദ്ധത്തിന്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഇവള് വന്നു. എങ്ങനെ വന്നു ചേച്ചിക്കറിയാം? ഈ 21-ാം തീയതി മുതൽ ഇവള് 2-ാം തീയതി വരെയൊക്കെയുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിന്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിന്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിന്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 2-ാം തീയതിക്ക് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി തെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവളുടെ റൂം ഇവർക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണം ചമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരും വിളിച്ചിട്ട് വരത്തില്ല. പിന്നെ ഈ പെൺകൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവിടെ കുറെ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തിരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറയും സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാർ നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവർ അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്. അതിനുശേഷം പിന്നെ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ഡ്രഗ്സിന്റെ മാഫിയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയെന്ന് പറയാം. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷെ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് വരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേര് എനിക്കറിയാം. കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാനാണ് ഇവരുടെ ചാരപ്രവൃത്തി നടത്തുന്നത്. ഇവന്മാർക്ക് മനസ്സിലായി. എന്നൊരിക്കലും പിടിക്കില്ല ചേച്ചി. പിന്നെ വോയിസ് മറ്റേ ഇന്നലെ ഇട്ട വോയിസ് ആ ഗ്രൂപ്പില് അംഗത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പോ ഈ വോയിസ് ഗ്രൂപ്പിൽ വന്നിട്ട് തപ്പോ ഇത് ആരായിരിക്കും ടൈം ഇങ്ങനെ. പക്ഷെ ഇവര് സൈലന്റ് ആണ് ഇപ്പൊ. ഇവരെല്ലാരും ജാഗരൂകരാണ്. ഇവര് വളരെ നന്നായിട്ട് ചേച്ചിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന മാഫിയ ഒന്നുമല്ല. 3 മാഫിയാണ്. 1 കാസർഗോഡ്, 1 കോഴിക്കോട്, 1 തൃശ്ശൂര്. ഇങ്ങനെ 3 മാഫിയകളാണ്. മൊത്തം മലയാളികളാണ് ഇവിടെ സ്പായും ബാറും തേങ്ങയും മാങ്ങയും ഒക്കെ നടത്തുന്നത്. ഇവിടെ സ്പായുടെ ഒന്നും ബാറിന്റെ ഒന്നും പ്രൊമോഷൻ ഒന്നും അനുവദിക്കത്തൊന്നുമില്ല. ഇവിടെ ഇല്ലീഗലാണ്. ചേച്ചിക്കറിയാലോ, ചേച്ചി 22 വർഷം ഇവിടെ ഉണ്ടായിരുന്നാണല്ലേ. ഇവിടെ ഇല്ലീഗലാണ്. ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കൊടുത്ത ഇവിടെ ഗൾഫിലെ പോലീസ് വന്ന് തൂക്കിക്കൊണ്ടുപോകും. അതിന്റെ കുറെ കാരിയേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാം ചേച്ചി. മറ്റേ എന്താ പറയാ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം തരാം, ഫോട്ടോസ് തരാം. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സ് ആണ്. രേണുസുധിയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവള് വെറുതെ ഇവളെ ഈ പറയുന്ന പെണ്ണുങ്ങളെ നാട്ടിൽ നിന്ന് ഇവന്മാർ ആരും കൊണ്ടുവരത്തില്ല. നമുക്ക് അറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മക്കളെ പിടിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എന്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇവിടെ ഈ രേണുസുധി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ തങ്കച്ചൻ ഇവറ്റകൾ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോൾ 150 ഓൺലൈൻകാരെ, തിരിച്ചു വരുമ്പോൾ ഇവിടെ കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാര്. ഈ നായിന്റെ മകൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവൾ വിളിക്കുമ്പോഴേക്ക് വരാൻ. ഇവൾ ആരാണ്? ഇവൾ ഇന്നലെ വിലഞ്ഞാന്നും കണ്ട് ഇവളെ പ്രൊഫൈൽ ഒരു ഫോട്ടോ എടുക്കുന്നു മറ്റേ നമ്മുടെ സണ്ണി ലിയോന്റെ കൂടെ. ഇവൾ ഇരുന്ന് ചിരിക്കുന്ന ഒരു AI പിക്ചർ. ഇവളുടെ സംസ്കാരം മനസ്സിലായില്ലേ? അതോടുകൂടി ഇവളുടെ സംസ്കാരം മനസ്സിലായി. ഇവളെ ഏതാണ്? ഇവള് ഉപമിക്കാൻ നോക്കുകയാണ്. സണ്ണി ലിയോണ്ട് ഇതൊക്കെ ആവാമെങ്കിൽ രേണുസുധിക്ക് എന്തുകൊണ്ടാണ് സണ്ണി ലിയോൺ ഇവിടെ കിടക്കുന്നത്, ഇവൾ എവിടെ കിടക്കുന്നു? നമ്മുടെ പാട്ടുകാർ റിമി ടോമിയാണ് കേട്ടോ. ഇവർ 2 ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിന്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിന്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിന്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര അപ്പോൾ എന്തായാലും ഈ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇനിയും ഒരുപാട് തെളിവുകളുണ്ടെന്നല്ലേ പറയുന്നത്. ബാക്കി തെളിവുകളും കൂടെ വരട്ടെ, അപ്പം മനസ്സിലാകും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, എത്രത്തോളം പോകുമെന്നൊക്കെ പിന്നെ കാണാം. അപ്പോൾ ബാക്കി തെളിവുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉണ്ട് വോയിസ്, അതുകൊണ്ടൊന്ന് കേൾക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാനാണ് ഇവരുടെ ചാനപ്രവർത്തനത്തിന്റെ കുറെ കാരിയേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ചാനലുകാർക്ക് അങ്ങോട്ട് ഇന്റർവ്യൂ കൊടുക്കണം. മോഹൻ ചേച്ചി നോക്ക്, ഇവിടെ വോട്ട് ചെയ്യാൻ പോയത് ഇവിടെ അവിടെ ഒരു മനുഷ്യനില്ല കണ്ടതിനെ തുടർന്നാണ് ഇവിടെ പോയിട്ട് വോട്ട് ചെയ്തേക്കുന്നത്. നാണോ മാനുണ്ടോ ഈ സ്ത്രീക്ക്? ഇല്ല. ഇവിടെ കുറെ ഓൺലൈൻ ചാനലുകാരെ വിളിച്ചു വരുത്തിട്ട് വോട്ട് ചെയ്യാൻ പോയേക്കുന്നത്. അതായത് ആളെ നിർത്തിയിട്ടാണ് ഇവിടെ പോയേക്കുന്നത്. ആ പോലീസുകാർ ഇപ്പൊ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇവിടെ ഓടിപ്പോയി വോട്ട് ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങി വന്നിട്ട് മറ്റേ ഓൺലൈൻ ചാനലുകാർക്ക് അങ്ങോട്ട് ഇന്റർവ്യൂ കൊടുക്കണം. മോഹൻലാൽ പോലും ഇല്ല ഇത്രയും ആൾക്കാർ. ഇവിടെ വിചാരം ഇവിടെ എന്തോ വലിയ സംഭവം, ഇവളൊരു മയിലും അല്ല, ഒരു തേങ്ങയും അല്ല. ഇവള് ലോകത്തിലെ ഏറ്റവും വലിയ കക്കൂസ് ടാങ്കാണുള്ളത്. അതാണത്. ഇവള് നാണോ മാനോ ഇല്ലാത്ത ഒരു കുടുംബം, ഇത്രയും മാത്രം നാണോ മാനോ ഇല്ലാത്ത കുടുംബം ഒക്കെ വിറ്റ് ജീവിക്കുന്ന കുറെ ആൾക്കാർ. അതാണ് ഇവരൊക്കെ. ഇവള് എന്നിട്ട് എന്താ ഒരു മനുഷ്യരെ ഇവിടെ കണ്ടോ? ഇവർക്കറിയാം അപ്പളേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചെരുപ്പിൽ അടി കിട്ടുന്നുള്ളത്. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ പോലും ആ ലൈനിലും പോയി വോട്ട് ചെയ്യാൻ പോയപ്പോ
ചേച്ചി അത് ശ്രദ്ധിക്ക്, അത് മനസ്സിലാക്ക്. ഇനി നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവൾ ഇവിടേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണം. ഇപ്പൊ യുദ്ധത്തിന്റെ സാഹചര്യം പ്രമാണിച്ച് ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പെട്ടെന്നൊരു വിസിറ്റ് ഇവിടുന്ന് അലോ ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെ എത്രയും പെട്ടെന്ന് ഇപ്പൊ അവിടെ നിന്ന് ചാടിക്കാൻ അതിനേക്കാളും വലിയൊരു കാര്യം, ഇവർക്ക് നാട്ടിലൊരു മൂത്ത കാമുകനുണ്ട്. അവനെ പിരിയാൻ ഇവക്ക് വയ്യ. അതാണ്, അതൊക്കെ വിളിച്ചിട്ട് വരും. കുറച്ച് ദിവസത്തിനുള്ളിൽ അതൊക്കെ വിളിച്ചിട്ട് വരും. പിന്നെ ഇവിടെ സുധിയുടെ മറ്റേ ടീഷർട്ടും ടോപ്പും കൊണ്ടവും പിന്നെ മറ്റേ അതൊക്കെ എടുത്ത് വെച്ചിട്ട് റീൽ ചെയ്തായിരുന്നു. വെറും പൊള്ളയാ ചേച്ചി, ഇതൊക്കെ വെറും അഭിനയമാണ്. ഇതൊന്നും നാട്ടുകാരെ പറ്റില്ല. ഇവളെ പേരിൽ സെന്റി അടിച്ച് നടക്കുന്നത് ആരാണ്? കുറെ മണിയിലിക്കും ചങ്ങാതികളും മറ്റേ ചാണ്ട് പൊട്ടുകളും നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കുറച്ച് ടീമുകളും. അപ്പോൾ പിന്നെ എന്തായാലും നമുക്കിനി അടുത്ത തെളിവുകളും കൂടെ വരട്ടെ, എന്നിട്ട് കാണാം അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോകളൊന്ന് കാണണേ, വീഡിയോകൾ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.